ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ 2022-23 അധ്യയന വർഷത്തെ ഇംഗ്ലീഷ് ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ്? താഴെ നൽകിയിട്ടുള്ള സ്റ്റോറി വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണല്ലേ കൂട്ടുകാരെ. നമുക്ക് കഥയൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, റാണി ഹാസ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹെർ ഹൗസ്. റാണിയുടെ വീടിൻ്റെ മുന്നിലായിട്ട് എന്തുണ്ട്? ഒരു പൂന്തോട്ടമുണ്ട്. വൺ ഡേ ഷീ സോ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. ഒരു ദിവസം അവൾ ഒരു ഭംഗിയുള്ള മനോഹരമായൊരു ബട്ടർഫ്ലൈനെ കണ്ടു. സോ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടു അല്ലേ. സീ നമുക്കറിയാം എന്താണ്? കാണുക. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? സോ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സിറ്റിംഗ് ഓൺ എ ഫ്ലവർ. അതെന്ത് ചെയ്യുകയായിരുന്നു? ഒരു ഫ്ലവറിൽ ഇരിക്കുകയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, സെഡ് റാണി. Where are your father and mother? ഹായ് ഫ്രണ്ട്, സെഡ് റാണി. റാണി പറഞ്ഞു, ഹായ് കൂട്ടുകാരി. Where are your father and mother? നിന്റെ അച്ഛനും അമ്മയും എവിടെ? My family come with me. The butterfly flew up. My family come with me. The butterfly flew up. എന്താണ്? എൻ്റെ ഫാമിലിയോ? come with me, എൻ്റെ കൂടെ വരൂ. The butterfly flew up. ബട്ടർഫ്ലൈ മുകളിലേക്ക് പറന്നു. റാണി ഫോളോഡ് ദ ബട്ടർഫ്ലൈ. റാണി എന്ത് ചെയ്തു? ബട്ടർഫ്ലൈയെ പിന്തുടർന്നു. ദ റീച്ച്ഡ് നിയർ എ പോണ്ട്. അവരെവിടെ എത്തി കൂട്ടുകാരെ? ഒരു കുളത്തിനരികിലെത്തിയല്ലേ. വോ, റാണി എക്സ്ക്ലൈംഡ്. വോ എന്താണ്? റാണി അത്ഭുതപ്പെട്ടു അല്ലേ. നോക്കൂ, ചിത്രത്തിൽ നമുക്ക് കാണാനില്ലേ? നോക്കൂ. യെസ്, ഷീ സോ എ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ദർ. അവിടെ എന്താണ് അവൾ കണ്ടത്? ഒരുപാട് ബട്ടർഫ്ലൈസിനെ കണ്ടു. ബട്ടർഫ്ലൈസ് ഓഫ് മെനി കളേഴ്സ്. പല തരത്തിലുള്ള, പല നിറത്തിലുള്ള ബട്ടർഫ്ലൈസ്. ദിസ് ഈസ് മൈ ഫാമിലി സെഡ് ദ ബട്ടർഫ്ലൈ. ഇതാണ് എൻ്റെ കുടുംബം, ബട്ടർഫ്ലൈ പറഞ്ഞു. വാട്ട് ഡിഡ് റാണി സീ ഇൻ ദ ഗാർഡൻ? നമുക്ക് നൽകിയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് റാണി സീ ഇൻ ദ ഗാർഡൻ? എന്താണ് റാണി ഗാർഡനിൽ കണ്ടത്? അതെ, ബട്ടർഫ്ലൈ ആണല്ലേ. ആൻസർ എഴുതാം. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ഒരു പൂമ്പാറ്റയാണല്ലേ. ബട്ടർഫ്ലൈ. ദെൻ വേർ വാസ് ദ ബട്ടർഫ്ലൈ സിറ്റിംഗ്? എവിടെയായിരുന്നു ബട്ടർഫ്ലൈ ഇരുന്നത്? എവിടെയായിരുന്നു? യെസ്, ബട്ടർഫ്ലൈസ് വാസ് സിറ്റിംഗ് ഓൺ എ ഫ്ലവർ. സോ നമുക്ക് ആൻസർ എന്ത് എഴുതാം? സിറ്റിംഗ് ഓൺ എ ഫ്ലവർ. ദെൻ റാണി ആസ്ക്ഡ് ദ ബട്ടർഫ്ലൈ അബൌട്ട് ഇറ്റ്സ്. എന്തിനെ കുറിച്ചാണ് ചോദിച്ചത്? യെസ്, ബട്ടർഫ്ലൈയുടെ ഫാമിലിയെ കുറിച്ചല്ലേ. സോ നമുക്ക് അവിടെ എഴുതാം. ആൻസർ എന്താണ്? ഫാമിലി. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ, വേർ ഡിഡ് റാണി റീച്ച് ഫോളോയിങ് ദ ബട്ടർഫ്ലൈ? വേർ ഡിഡ് റാണി റീച്ച് ഫോളോയിങ് ദ ബട്ടർഫ്ലൈ? ബട്ടർഫ്ലൈനെ പിന്തുടർന്നിട്ട് റാണി എവിടെയാണ് എത്തിയത്? അതെ, പോണ്ടിനരികിലാണല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, നിയർ പോണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് എന്ത് ചെയ്യണം കൂട്ടുകാരെ? ഒരു ടൈറ്റിൽ നൽകണമല്ലേ. ഒരു തലക്കെട്ട് നൽകണം. നമുക്ക് എന്ത് എഴുതാം? റാണി ആൻഡ് ബട്ടർഫ്ലൈ എഴുതാം, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഫാമിലി എഴുതാം, റാണീസ് ന്യൂ ഫ്രണ്ട്. അങ്ങനെ കൂട്ടുകാർക്ക് എന്താണോ തോന്നുന്നത് എഴുതാവുന്നതാണ്. ഈ കഥയ്ക്ക് സൂട്ടബിളായിട്ട് കൂട്ടുകാർക്ക് തോന്നുന്നൊരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, ഡിസ്ക്രിപ്ഷൻ. അലീന ബിക്കെയിം സാഡ് when the elf left her. Her mother wanted to make her happy. അവളുടെ അമ്മ അവളെ എന്താ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഷി ടുക്ക് അലീന ടു എ സീഷോർ. അവൾ എന്ത് ചെയ്തു? അലീനയെ ഒരു കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ദ പിക്ചർ ഓഫ് ദ സീഷോർ ഈസ് ഗിവൺ ബിലോ. ആ സീഷോറിൻ്റെ ചിത്രമാണ് കൂട്ടുകാരെ നമുക്കിവിടെ താഴെ നൽകിയിട്ടുള്ളത്. ദെൻ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, ഡിസ്ക്രൈബ് ദ പിക്ചർ അല്ലേ. അതായത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. നമുക്ക് എഴുതി നോക്കിയാലോ. എന്തൊക്കെയാണ് കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നത്? ഒരുപാട് കാഴ്ചകളുണ്ടല്ലേ. എന്താണ്? കടലിൽ ബോട്ട്സ് കാണാനുണ്ട്, അതുപോലെ തന്നെ ഐസ്ക്രീം ഷോപ്പ്, പിന്നെന്താണ്? കുട്ടികൾ പട്ടം പറത്തുന്നത് കാണാനുണ്ട്, ബലൂൺ സെല്ലറെ കാണാനുണ്ട്, ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താണ് എഴുതേണ്ടത്? അത് എന്തിൻ്റെ ചിത്രമാണെന്ന് ഫസ്റ്റ് നമ്മൾ എഴുതണം അല്ലേ. നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് എ സീഷോർ. ഓക്കെ, ദിസ് ഈസ് എ സീഷോർ. ദെൻ നമ്മൾ അവിടെ എന്തൊക്കെയാണ് കണ്ടതെന്ന് എഴുതാം. ദെൻ സം ബോട്ട്സ് ഇൻ ദ സീ. ദെൻ ദർ ഈസ് ആൻ ഐസ്ക്രീം ഷോപ്പ്. സം ബോയ്സ് ആർ ഫ്ലൈയിങ് കൈറ്റ്സ്. കുറച്ച് ആൺകുട്ടികൾ എന്താണ്? കൈറ്റ്സ് പറത്തുന്നുണ്ടല്ലേ. ദ ബീച്ച് ഈസ് വെരി ബിസി. എന്ത് എഴുതാം? എ ബലൂൺ സെല്ലർ ഈസ് സെല്ലിങ് ബലൂൺസ്. ഒരു ബലൂൺ സെല്ലർ എന്താണ്? ബലൂൺസ് വിൽക്കുന്നുണ്ടല്ലേ.
അപ്പോൾ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അതെല്ലാം ഡിസ്ക്രിപ്ഷനിലേക്ക് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 3 സൈൻ ബോർഡ്സ് ആണല്ലേ. ഓക്കെ, നോക്കൂ. റൈറ്റ് എ സ്യൂട്ടബിൾ സൈൻ ബോർഡ്സ് ബിലോ ഈച്ച് പിക്ചർ. വൺ ഈസ് ഗിവൺ ഫോർ യു. ഇവിടെ ലൈബ്രറിയുടെ ഒരു പിക്ചർ ആണല്ലേ നൽകിയിട്ടുള്ളത്. ദെൻ അവിടെ എന്താ എഴുതിയിട്ടുള്ളത്? യെസ്, കീപ് സൈലൻസ്. ദെൻ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ആണല്ലേ. അവിടെ എന്തായിരിക്കും? യെസ്, യൂസ് മീ അല്ലേ. അവിടെ എന്താണ് എഴുതേണ്ടത്? യൂസ് മീ. ദെൻ സെക്കൻഡ് പിക്ചറിൽ നമുക്ക് എന്ത് എഴുതാം സൈൻ ബോർഡായിട്ട്? യെസ്, സേവ് വാട്ടർ. അപ്പോൾ കൂട്ടുകാരും ഇതുപോലെ എഴുതുമല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആക്ടിവിറ്റി 4 എന്താണ്? കോൺവെർസേഷൻ ആണല്ലേ. കോൺവെർസേഷൻ മീൻസ് സംഭാഷണം. നമുക്ക് നോക്കാം. മൗഗ്ലി ആൻഡ് ദ വോൾഫ് കബ്സ് ആർ സിറ്റിംഗ് ഇൻ ദ ഫോറസ്റ്റ്. എന്താണ്? മൗഗ്ലിയും കബ്സും കൂടിയിട്ട് എന്താണ്? ഫോറസ്റ്റിൽ ഇരിക്കുകയായിരുന്നു. ദ കബ്സ് ഫീൽ ഹംഗ്രി. കബ്സിന് എന്താണ്? വിശപ്പ് തോന്നിയല്ലേ. ഹംഗ്രി. മൗഗ്ലി നോസ് ദ ഫ്രൂട്ട് ഗാർഡൻ ഇൻ ദ ഫോറസ്റ്റ്. മൗഗ്ലിക്ക് എന്തറിയാം? ഫോറസ്റ്റിൽ എന്തുണ്ട്? ഒരു ഫ്രൂട്ട് ഗാർഡൻ ഉണ്ടെന്നല്ലേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൗഗ്ലി ആൻഡ് ദ കബ്സ്. കബ്സും മൗഗ്ലിയും തമ്മിലുള്ള സംഭാഷണം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കംപ്ലീറ്റ് ചെയ്യാനാണല്ലേ. നമുക്കിവിടെ കുറച്ച് നൽകിയിട്ടുണ്ട്, നോക്കാം. കബ്സ്, വി ആർ വെരി ഹംഗ്രി. കബ്സ് എന്താ കൂട്ടുകാരെ പറയുന്നത്? വി ആർ വെരി ഹംഗ്രി. അപ്പം മൗഗ്ലി എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടതെന്നല്ലേ. അതിന് ആൻസർ നോക്കൂ. വി നീഡ് സം ഡാഷ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്താവും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? സോ നമുക്കത് എങ്ങനെ ചോദിക്കാം? വാട്ട് യു വാണ്ട് ടു ഈറ്റ്. നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് വേണ്ടത്? എന്താണ്? വാട്ട് യു വാണ്ട് ടു ഈറ്റ്. അപ്പോൾ കബ്സ് എന്താ പറയുന്നത്? വി നീഡ് സം. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിൻ്റെ പേര് എഴുതാം. എന്താണ് നമുക്ക് എഴുതാം? വി നീഡ് സം ഗ്രേപ്സ്. വി നീഡ് സം ഗ്രേപ്സ്. അപ്പോൾ എന്താണ് മൗഗ്ലി പറയുന്നത്? ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് സം ഗ്രേപ്സ്. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഗ്രേപ്സ് കണ്ടെത്താമെന്ന് പറയുകയാണല്ലേ. അപ്പോൾ കബ്സ് പറയാണ്, യെസ് മൗഗ്ലി വി ക്യാൻ ഗോ. യെസ് മൗഗ്ലി, നമുക്ക് പോകാം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെയോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 5 എന്താണ്? ഗ്രീറ്റിംഗ് കാർഡ് ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. സംഗീത വാണ്ട്സ് ടു പ്രിപ്പയർ എ ബർത്ത്ഡേ കാർഡ് ഫോർ ഹെർ ഫ്രണ്ട് സോണി. സോണിക്ക് സംഗീതയ്ക്ക് എന്ത് വേണം? ഒരു ബർത്ത്ഡേ കാർഡ് നിർമ്മിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവളുടെ ഫ്രണ്ടിന് കൊടുക്കാനല്ലേ. ഫ്രണ്ടിൻ്റെ പേരെന്താ നമുക്ക് നൽകിയിട്ടുള്ളത്? യെസ്, സോണി. ഓക്കെ, ഇത് പ്രിപ്പയർ ദ ബർത്ത്ഡേ കാർഡ് ഫോർ ഹെർ. എന്താണ് നമ്മളോട് കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? അവൾക്ക് വേണ്ടിയിട്ടൊരു ബർത്ത്ഡേ കാർഡ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഇതുപോലെ മനോഹരമായി ചിത്രമൊക്കെ വരച്ച് എഴുതി ഗിഫ്റ്റ് ബോക്സ് ഇതൊക്കെ വരച്ച് അതുപോലെ തന്നെ സംഗീത എന്ന പേരൊക്കെ എഴുതി ഇതുപോലെ കൂട്ടുകാർ എന്ത് ചെയ്യുക? മനോഹരമായിട്ട് ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 6 ഹൂ ആം ഐ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ആനിമൽസ് റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. എന്താണ്? നിങ്ങളോട് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ദെയർ നെയിംസ് ഇൻ ദ ബോക്സസ്. അവരുടെ പേര് എന്ത് ചെയ്യണം കൂട്ടുകാരെ? അവിടെ താഴെ നൽകിയിരിക്കുന്ന ബോക്സിൽ എഴുതണം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം ബിഗ്. ഐ ആം ബ്ലാക്ക്. ഞാൻ വലുതാണ്. എൻ്റെ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. ഐ ഹാവ് ലാർജ് ഇയേഴ്സ്. എനിക്ക് വലിയ ചെവികളുണ്ട്. ഐ ഹാവ് എ ലോങ് ട്രങ്ക്. എനിക്ക് നീണ്ട തുമ്പിക്കൈയുണ്ട്. ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ആരാണ്? അതെ, എലിഫൻ്റ് ആണല്ലേ. നമുക്ക് അവിടെ എഴുതാം എലിഫൻ്റ്. ദെൻ സെക്കൻഡ് എന്താണ്? ഐ ഗിവ് മിൽക്ക്. ഞാൻ നിങ്ങൾക്ക് എന്ത് തരുന്നു? പാല് തരുന്നു. ഐ ഹാവ് 4 legs. എനിക്ക് 4 കാലുകളുണ്ട്. ഐ ഈറ്റ് ഗ്രാസ്. ഞാൻ എന്ത് കഴിക്കും? പുല്ല് തിന്നും. ഐ ഹാവ് ഹോൺസ്. എനിക്ക് കൊമ്പുകളുണ്ട്. ആരാണിത് കൂട്ടുകാരെ? യെസ്, ആരാണ്? കൗവാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. നോ മേക്ക് എ റിഡിൽ ബേസ്ഡ് ഓൺ ദ പിക്ചർ ഗിവൺ. എന്താണ്? നമ്മളോടൊരു റിഡിൽ തയ്യാറാക്കാനുണ്ടല്ലേ. നമുക്ക് നൽകിയിട്ടുള്ള ചിത്രത്തിനനുസരിച്ചിട്ടാണ് ആ റിഡിൽ തയ്യാറാക്കേണ്ടത്. ആരുടെ ചിത്രമാണ് കൂട്ടുകാരെ നമുക്കിവിടെ നൽകിയിട്ടുള്ളത്? യെസ്, റാബിറ്റ് ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? റാബിറ്റിനെ കുറിച്ചൊരു റിഡിൽ തയ്യാറാക്കാം. നമുക്ക് എന്ത് എഴുതാം? ഐ ആം എ ക്വയറ്റ് ക്രിയേച്ചർ. then എഴുതാം I have long ears, then short tails, I eat carrots.
Okay, I am a quiet creature. Then I have long ears. Then short tails. നെക്സ്റ്റ് എഴുതാം ഐ ഈറ്റ് ക്യാരറ്റ്സ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതുപോലെ റാബിറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാവുന്ന റീഡിൽ എഴുതുക. ഓക്കെ, അങ്ങനെ കൂട്ടുകാർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.